അഗ്നിപരീക്ഷയുടെ 2ാം റൗണ്ടിലുള്ള ഒരു ടാസ്ക് സ്പീഡും ഫോക്കസും ചെയ്യുന്ന ഒരു ഡാൻസിന്റെ ഒരു ടാസ്ക് ആയിരുന്നു. റെനീഷ പറയുന്നുണ്ട്, നിങ്ങളിത് ശ്രദ്ധിച്ചാണ് ഈ ടാസ്ക് ചെയ്യേണ്ടുന്നത്. ഒരു ചെണ്ട കൊട്ടുന്ന ഒരാളുണ്ട്. ആ ചെണ്ട കൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു മുളവടി വെച്ചിട്ട് അവരതുമായി ജമ്പ് ചെയ്യണം. എപ്പോഴാണോ ചെണ്ട കൊട്ട് നിർത്തുന്നത് അപ്പോൾ കയ്യിലുള്ള മുളവടി വിട്ടേച്ച് അടുത്ത് നിൽക്കുന്ന ആളിന്റെ മുളവടി അതേപോലെ ക്യാച്ച് ചെയ്യണം. അങ്ങനെ ടാസ്കിന്റെ ആദ്യ റൗണ്ട് സ്റ്റാർട്ടായി. ചെണ്ട കൊട്ട് തുടങ്ങി. അപ്പോഴേക്കും എല്ലാവരും മുളവടി വെച്ച് ജമ്പ് ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണോ ചെണ്ട കൊട്ട് നിർത്തുന്നത് ആ സമയത്ത് കയ്യിലുള്ള മുളവടി വിട്ടേച്ച് അടുത്ത് നിൽക്കുന്ന ആളിന്റെ മുളവടി പിടിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. ചെണ്ട കൊട്ട് സ്റ്റോപ്പ് ചെയ്തതും സോന തന്റെ കയ്യിലുള്ള മുളവടി വിടാതെ അടുത്ത് നിൽക്കുന്ന ആളിന്റെ മുളവടിയിൽ കയറി പിടിച്ചു. അപ്പോൾ തന്നെ റെനീഷ അത് കാണുന്നുണ്ടായിരുന്നു. റെനീഷ പറഞ്ഞു, ഇത് റോങ് ആണ്. എനിക്ക് തോന്നിയത് കയ്യിലുള്ള മുളവടി വിടാതാണ് അടുത്ത് നിൽക്കുന്ന ആളിന്റെ മുളവടി കയറി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അന്തിമ തീരുമാനം ജഡ്ജസ് ആണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രഞ്ജിനി പറയുന്നുണ്ട് ഔട്ട് ആയിട്ടുണ്ടെന്ന്. 2ാമത്തെ റൗണ്ട് ചെണ്ട കൊട്ട് തുടങ്ങി. എല്ലാവരും ജമ്പ് ചെയ്യാനും തുടങ്ങി. ഉടൻ തന്നെ ചെണ്ട കൊട്ട് സ്റ്റോപ്പ് ആയതും ഒരാളിന്റെ മുളവടി താഴെ വീണു. റെനീഷ് ചോദിക്കുന്നുണ്ട്, ആരുടെ മുളവടിയാണ് താഴെ വീണത്? അപ്പോഴേക്കും റിയാസ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ചെണ്ട കൊട്ട് കേൾക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ കൂടി നിന്നാൽ? നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ ഔട്ടാക്കും. നിങ്ങൾക്ക് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ലേ? നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൂ. അപ്പോഴേക്കും റെനീഷ് ചോദിക്കുന്നുണ്ട്, ഈ ഒരു റൗണ്ടിൽ ആരെയെങ്കിലും ഔട്ടാക്കേണ്ടതായിട്ടുണ്ടോ? എത്രയും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രഞ്ജിനി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റണ്ടേ ആരെയെങ്കിലും. റിയാസും അഖിൽമാരാരും രഞ്ജിനി ഒരേപോലെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ആരുടെ വടിയാണ് താഴെ വീണതെന്ന്, ആരാ ഔട്ടായതെന്നോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളങ്ങ് ചെയ്യും. അപ്പോഴേക്കും കണ്ടസ്റ്റൻറ്റുകൾ തമ്മിൽ ഭയങ്കരമായ വാക്കുതർക്കമായിട്ടിരിക്കുകയാണ്. നീയല്ലേ അങ്ങനെ ചെയ്ത, ഞാനല്ലേ ഇങ്ങനെ ചെയ്ത, മറ്റേതല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. എല്ലാവരും അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഭയങ്കര ഒച്ചത്തിലുള്ള ബഹളം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അഖിൽമാരാർ പറയുന്നുണ്ട്, റെനീഷ നമ്മൾ എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാനുള്ള ഒരു ക്ഷമ അവർക്കില്ല. അവരവരുടെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഗെയിം അറിയണ്ട, ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് തോന്നിയ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് അഖിൽമാരാർ പറയുന്നു. രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, അടുത്ത റൗണ്ടിൽ നിങ്ങൾ എന്ത് കോപ്പ് ചെയ്യുകയാണെങ്കിലും 2 പേര് ഔട്ട് ഹൗസിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കളിക്കുമെന്ന് രഞ്ജിനി പറയുന്നുണ്ട്. വീണ്ടും അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. അപ്പോഴത്തേനും ഷാമോന് ഔട്ടായെന്ന് രഞ്ജിനി അങ്ങ് പറഞ്ഞു. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, മ്യൂസിക് ഓഫായി കഴിയുമ്പോൾ മാത്രമാണ് ആ മുളവടി വിട്ടേച്ച് അടുത്ത മുളവടി പിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരിട്ട് ഔട്ട് ഹൗസിലേക്ക് പോയേരെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ റൗണ്ടിൽ 2 കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, താഷിയും ജെറ്റിയുമാണ്. അപ്പോൾ ജെറ്റിയുടെ കളിക്കകത്താണ് കുറച്ച് കൺഫ്യൂഷൻസ് ആയത്. അപ്പോൾ അവർ ആ ഒരു രംഗം ഒന്നുകൂടി കാണണമെന്നൊക്കെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. അപ്പം വീണ്ടും അത് കാണിച്ചപ്പം ആ ജെറ്റിയുടെ മുളവടി താഴെ തട്ടിയിട്ടില്ല. മറ്റേ കറക്റ്റായിട്ട് കളിച്ചേക്കുന്നത് താഷിയാണ്. അപ്പം ജെറ്റി വിചാരിച്ച് ജെറ്റിക്ക് കിട്ടുമെന്നുള്ളത്. ഒരിക്കൽ കൂടി കളിക്കാമെന്ന് ജഡ്ജസ് പറയുമ്പം ജെറ്റി പറയുന്നുണ്ട്, വേണ്ട, ആ ഒരു ഇത് മതി, അതിനകത്ത് വിജയി ആരാന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നാണ് ജെറ്റി പറഞ്ഞത്. പക്ഷേ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ താഷിയാണ് ജയിച്ചിരിക്കുന്നത്. രഞ്ജിനിയും റിയാസും അഖിൽമാരാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇങ്ങനെ 2ാമതൊരു റൗണ്ട് കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാതാണ് ജെറ്റി പറയുന്നത്. ഇത് മതി, ഈ ഒരു ലാസ്റ്റ് റൗണ്ടാണ് ഇപ്പോൾ നടന്നതെന്നുള്ളത്. അപ്പോഴത്തേനും രഞ്ജിനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഈ ടാസ്കിനകത്ത് വിജയിച്ചിരിക്കുന്നത് താഷിയാണ്. അങ്ങനെ ഈ റൗണ്ടിൽ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയിരിക്കുന്നത് താഷിക്കാണ്. ഭയങ്കര ഒരു കടുത്ത മത്സരം തന്നെയായിരുന്നു ഈ ഒരു റൗണ്ട് നടന്നത്. രഞ്ജിനിയൊക്കെ ഇത്രയും കടുപ്പിച്ച് കണ്ടസ്റ്റൻറ്റുകളോട് സംസാരിക്കുന്ന പോലും എല്ലാവർക്കും തന്നെ ഒരു ഇതായിരുന്നു. എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പരസ്പരം നോക്കുന്നുണ്ട്. കാരണം തെറിയൊക്കെ രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അഗ്നിപരീക്ഷയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.